അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ രാവിലെ എണ്ണീറ്റപ്പോൾ ഇന്ന് ഒരു സംഭവം കണ്ടു. ഒരു ഏത് രാജ്യക്കാരിയാണെന്ന് അറിഞ്ഞൂടാ, എങ്കിലും ഒരു ചേച്ചിനെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഞങ്ങളുടെ പണ്ടത്തെ സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വരുമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായി ഞാനല്ല, അച്ഛനും അമ്മയൊക്കെ പണ്ടൊക്കെ കയറിയിട്ടുണ്ടായെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മെട്രോയിൽ കയറുന്നത്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കര സ്ലോലി പോവുകയാണെങ്കിലും പക്ഷേ അതിനകത്ത് കയറുമ്പോൾ സ്ലോലി പോകുന്നതായിട്ട് തോന്നുള്ളൂ. അത് നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ പടേന്നിങ്ങനെ വിട്ടടിച്ച് പോകും. അതേമാതിരിയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് സാധാരണ രീതിയിൽ തന്നെയാണെങ്കിലും എനിക്ക് ആ മെട്രോ സ്റ്റേഷനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മെട്രോയിൽ കയറിയതിന് ശേഷം എൻ്റെ കലാപരിപാടി അങ്ങ് ഞാൻ തുടങ്ങി. ഏത് ക്രോഷ്യ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നോ, അത് തന്നെ ക്രോഷ്യയുടെ പരിപാടി അങ്ങ് തുടങ്ങി. എൻ്റെ പൊന്നേ, എല്ലാം കൂടി പെറുക്കി ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ വീഡിയോ എടുത്ത് ഇടുന്നു വേറൊരാൾ. ഞാൻ എല്ലാ ക്രോഷ്യയും കൂടി ഇന്ന് വർക്കൊക്കെ ചെയ്യണം. മെട്രോ ഇടുന്ന ട്രെയിനിൽ പക്ഷെ പറ്റിയില്ല കേട്ടോ, കുറേ തിരക്കുണ്ടായിരുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച ആയിരുന്നുകൊണ്ട് വലിയൊന്നും പറ്റിയില്ല. പക്ഷേ പിന്നെ മെട്രോയിൽ കയറിയപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു അധികം. അത് കാരണം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം ഒന്നും നടന്നില്ല, ഒരു ഇത് ഞാൻ പോലും ചെയ്തിട്ടില്ല. പക്ഷേ പർപ്പിൾ കളറിൽ അമ്മേനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു, ഞാൻ അത് ചെയ്തില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിനൊക്കെ ശേഷം അതിൻ്റെ പേരാണ് സ്കാനർ. അത് നമ്മളിങ്ങനെ മെട്രോ ടിക്കറ്റ് ഇങ്ങനെ ഞെക്കുമ്പോൾ അതിൻ്റെ QR കോഡ് പോലെ എന്തോ ഉണ്ട്, അതിങ്ങനെ ഞെക്കുമ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പോവാം. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. എൻ്റെ ബാഗിൽ തന്നെ അതെല്ലാം ഞാൻ വെച്ചു. അത് ഞാൻ എപ്പോഴും അച്ഛനാണ് അത് എടുക്കുന്നത്. ഞാൻ എൻ്റെ ബാഗ് വെച്ചോളാം, ഞാൻ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ബാഗിലാക്കുന്നത്. ഈ പ്രാവശ്യം എൻ്റെ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ ബാഗ് ഞാൻ വെച്ചു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഇത് വൈറ്റിലെ മെട്രോ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. രാവിലെ മുതലേ ഒന്നും കഴിച്ചില്ല. അത് കാരണം ഒരു കടയിൽ ചെന്ന് അവിടുന്ന് ഒരു ചായ ഉഴുന്നുവട, എൻ്റെ ഫേവറേറ്റാണ് ഉഴുന്നുവട. അത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. ചായയുടെ കൂടെ അല്ലെങ്കിൽ കപ്പിയുടെ കൂടെ ആണെങ്കിൽ അതേ ഞാൻ കഴിക്കാറുള്ളൂ. അതിനെല്ലാം ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ പോവാണ്. ഈ വിഷ്വലിൽ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. സമയം തീരാൻ പോവാണ്. വേണ്ടത് പറഞ്ഞോ. ഇപ്പം തീരും. കണ്ട നോക്കിയേ, പെട്ടെന്ന് തീർന്നു ഗായ്സ്, തീർന്നു.